ഹായ് ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ നമ്മുടെ പുതിയ ഷോപ്പ്. നൈറ്റികൾക്കും നൈറ്റി മെറ്റീരിയൽസിനും വേണ്ടി മാത്രമുള്ളൊരു ഷോപ്പാണ്. അപ്പം ഞാനതിൻ്റെ ലൊക്കേഷനൊക്കെ വിശദമായിട്ട് പറയാം. ആദ്യമായിട്ട് ഞാൻ ഷോപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ മുതലുള്ള വീഡിയോകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു 1.5 വർഷത്തോളം ഉപയോഗിക്കാതെ കിടന്നിരുന്നത് കൊണ്ട് തന്നെ ഒത്തിരി അഴുക്കും പ്രാവ് കൂട് കെട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ അഴുക്കുകളുണ്ടായിരുന്നു. നല്ല ശ്രമകരമായ ജോലിയായിരുന്നു എന്ന് പറയാം ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ വേറെ ആളെ ഒന്നും നിർത്തിയില്ല. ലാസ്റ്റ് ദിവസം ഷട്ടർ ക്ലീൻ ചെയ്യാൻ മാത്രമാണ് ആളെ നിർത്തിയത്. ഈ റൂം ഒരു സ്റ്റുഡിയോ റൂമായിരുന്നു കേട്ടോ, മുളന്തുരുത്തി പള്ളിത്താഴത്ത്. നമ്മൾ 2 മെഷീൻ ഷോപ്പിലേക്ക് എടുത്തു. പിന്നെ 18-ാം തീയതി, ജനുവരി 18-ാം തീയതി 2026 ഞായറാഴ്ച പള്ളിയിൽ നിന്ന് അച്ഛൻ വന്ന് സ്ഥാപനം കൂദാശ ചെയ്ത് തന്നു. അതിന് ശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ അതിലേക്ക് അടുപ്പിച്ചത്. ജനുവരി 22-ാം തീയതി രാവിലെ 10 മണിക്ക് മുളന്തുരുത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡൻറ്റ് ശ്രീ ബാബു കാലാപ്പള്ളിയിലാണ് നമുക്ക് ഷോപ്പ് ഉദ്ഘാടനം ചെയ്ത് തന്നത്. ഇതിനു മുമ്പുള്ള ഷോപ്പും അദ്ദേഹം തന്നെയാണ് കേട്ടോ ഉദ്ഘാടനം ചെയ്ത് തന്നത്. അപ്പോഴൊക്കെയുള്ളത് ആ ഷോപ്പിൻ്റെ അവസ്ഥ കണ്ടോ, റാക്കിൻ്റെ അവസ്ഥ കണ്ടോ. കാരണം നമ്മൾ നൈറ്റിയാണ്, അത് സ്റ്റിച്ച് ചെയ്ത് വേണം സ്റ്റോക്ക് ആക്കാനായിട്ട്. നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന, ഡബിൾ സ്റ്റിച്ചൊക്കെ ചെയ്ത് പെർഫെക്റ്റായിട്ട് കൊടുക്കുന്ന നൈറ്റികളാണ് നമ്മളിവിടെ സെയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് അന്നത്തെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ നമ്മൾ മെറ്റീരിയലുകൾ കുറേ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് എൻ്റെ മോളാണ്. ആൾ BSc ഫാഷൻ ഡിസൈനിങ് 4th സെമസ്റ്ററാണ്. എറണാകുളം തൃക്കാക്കര KMM കോളേജിനാണ് ആൾ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ 3 ഷട്ടർ വരുന്നുണ്ട്. അത്രയും ഏരിയ നമുക്ക് ഡിസ്പ്ലേക്കുള്ള ആ ഒരു ഫെസിലിറ്റിയൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ വാങ്ങിക്കൊണ്ട് വന്ന ഹാങ്കറും ആ ഒരു ഹാങ്കർ തൂക്കിയിടുന്ന ആ ഒരു സ്റ്റിക്കറും ഒന്നും അത്ര പോരായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ദിവസം വളരെ കുറച്ചാണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഇത് മാത്രമാണ് ഡിസ്പ്ലേ ഇടാൻ പറ്റിയത്. അതിനുശേഷം വേണമല്ലോ ഇനി കട്ട് ചെയ്ത് നമുക്ക് സ്റ്റോക്കൊക്കെ ആക്കാനായിട്ട്. അപ്പോൾ ഇത് 23-ാം തീയതി രാവിലെയുള്ള വീഡിയോ ആണ്. അതായത് നമ്മൾ ആ തലേ ദിവസത്തെ ഡിസ്പ്ലേ ഒക്കെ മാറ്റി പിറ്റേ ദിവസം പുതിയ ഡിസ്പ്ലേ ഇട്ടു. കുറച്ച് കട്ട് ചെയ്തൊക്കെ കൊടുത്തു കേട്ടോ. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി തിങ്കളാഴ്ച മുതലായിരിക്കും ഷോപ്പിൽ വേറൊരാൾ കൂടി വരിക. പിന്നെ ഇത് എറണാകുളം ജില്ലയിൽ മുളന്തുരുത്തി പള്ളിത്താഴം ജംഗ്ഷനിൽ തന്നെയാണ്. സൊസൈറ്റി ബിൽഡിംഗ് ആണ്. അതിൻ്റെ മുകളിലത്തെ നിലയിലാണ് നമുക്ക് ഫുള്ളായിട്ട് ഡിസ്പ്ലേ കിട്ടുന്നത്. അതായത് നമുക്ക് ഷോപ്പിലിരുന്ന് നോക്കിയാൽ പള്ളിത്താഴം ജംഗ്ഷൻ കാണാൻ പറ്റും, ജംഗ്ഷനിൽ നിന്ന് നോക്കിയാൽ ഷോപ്പും കാണാൻ പറ്റും. ചോറ്റാനിക്കര ഭാഗത്തുനിന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട്, അതായത് പിറവത്തേക്ക് പോകാനായിട്ട് തിരിയുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ. ഓപ്പോസിറ്റ് വരുന്നത് ഈ ഒരു ഓടിട്ട കെട്ടിടമാണ്. നമ്മുടെ ജംഗ്ഷനിലുള്ള ഏറ്റവും പഴക്കമേറിയ കെട്ടിടം തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ മെഷീനൊക്കെ എടുക്കാൻ പോയപ്പോൾ എറണാകുളത്ത് ചിറ്റൂർ റോഡിലുള്ള KC പാപ്പു ആൻഡ് സൺസിൽ നിന്നാണ് മെഷീനുകൾ എടുത്തത്. അപ്പോൾ അവിടെ നിന്ന് 1000 രൂപയുടെ ഗിഫ്റ്റ് കൂപ്പൺ കിട്ടി, ഒരു മെഷീനത്തിന് 500 രൂപ വെച്ച്. അപ്പോൾ ഞാൻ അതിൽ വാങ്ങിയതാണ് ഈ സ്റ്റെയിൻ റിമൂവർ കേട്ടോ. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ വേഗം ഒരു പുതിയ മെറ്റീരിയലിൽ ചെറിയൊരു മഞ്ഞ കളർ കണ്ടപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വെച്ചു. അപ്പോൾ പോകുന്നില്ല. അപ്പോൾ വീണ്ടും വായിച്ച് നോക്കിയപ്പോഴാണ് ഇത് വാഷ് ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയ മെറ്റീരിയൽ ആയതുകൊണ്ട് വാഷ് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് പിന്നെ അത് മാറ്റി വെച്ചു. വീട്ടിൽ ചെന്നിട്ട് നോക്കാമെന്ന് കരുതി, ഏതെങ്കിലും വാഷ് ചെയ്യാൻ പറ്റുന്ന സ്വന്തം മെറ്റീരിയലിൽ നോക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു 10 മെറ്റീരിയൽ സെലക്ട് ചെയ്തെടുത്തു. അത് 10 കളറായിട്ടാണ് കേട്ടോ സെലക്ട് ചെയ്തെടുത്തത്. ഓൾറെഡി നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോക്കാണല്ലോ ആവശ്യം. അപ്പോൾ അതായത് ബണ്ടിലായിട്ട് എടുത്ത മെറ്റീരിയലുകൾ ഇരിപ്പുണ്ട്. 30 പീസിൻ്റെ ബണ്ടിലുകളായിരിക്കും. അതിനകത്ത് മിക്കവാറും 4 കളറൊക്കെയാണ് കാണുക. മാക്സിമം 10 കളർ വരുമ്പോൾ ഒരു കളറ് 3 പീസൊക്കെ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോകൾ ഞാൻ പിന്നീട് ഇടാം. ഇതിപ്പോൾ ഞാനെല്ലാം ഓപ്പൺ ചെയ്ത് ഡാമേജ് ചെക്ക് ചെയ്ത് നോക്കിയ ശേഷമായിരിക്കും കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു 10 പീസ് മാത്രം വെച്ചാണ് കട്ട് ചെയ്യാറുള്ളൂ. എനിക്ക് എന്നാലാണ് ഒരു തൃപ്തി തോന്നുന്നത്. അത് 10 പീസ് എന്ന് പറയുമ്പോൾ നമ്മൾ 4ആയിട്ട് മടക്കിയിട്ടിട്ടായിരിക്കുമല്ലോ കട്ട് ചെയ്യുന്നത്. 40 ലെയർ മെറ്റീരിയൽ വരും. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത്, ഇത് 3 പീസ് നൈറ്റി ആട്ടോ കട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ബാക്കിയെല്ലാം ഫ്രണ്ട് ഭാഗത്ത് വരുന്ന ലൈനിങ്ങും പിന്നെ നൂലും ലേബലും കാര്യങ്ങളും എല്ലാം ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഷോപ്പിലുള്ള നൈറ്റികളുടെ മോഡലുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇനി വീഡിയോ ഇടാം കേട്ടോ. എന്തായാലും രാത്രി ആയപ്പോഴേക്കും കുറേ ഹുക്കും കുറേ ഹാങ്കറും കൂടിയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഞാൻ പിറ്റേ ദിവസം രാത്രി ആയപ്പോഴാണ് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തത്.
ഞാൻ ഈ വീഡിയോ എടുത്ത് വയ്ക്കുന്നത് ഇതിൻ്റെ ആ ഒരു തുടക്കത്തിലുള്ള അവസ്ഥ അറിയാൻ വേണ്ടിയാണ്. ഏകദേശം 1.25 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് ഈ ഒരു റാക്കിൽ കയറും കേട്ടോ, സ്റ്റിച്ച് ചെയ്ത സ്റ്റോക്ക്. അപ്പോൾ ഷോപ്പിൻ്റെ വീഡിയോകളൊക്കെ വീണ്ടും വീണ്ടും ഇടാം. ഒരു 2 ആഴ്ച കൊണ്ടായിരിക്കും നമുക്ക് ഒന്ന് തൃപ്തിയായിട്ട് സ്റ്റോക്ക് ആക്കാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ നമ്മൾ ഓൺലൈൻ സെയിലിൻ്റെ വീഡിയോകളൊക്കെ ഇടും കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് ആ ഓൺലൈൻ സെയിൽ ഉഷാറാക്കാം. ഇതാണ് ഷോപ്പിൻ്റെ രാത്രിയിൽ പുറത്തുനിന്നുള്ള ലുക്ക് വരുന്നത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.